ജീവിതം മുഴുവൻ മറ്റുള്ളവരെ ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് സലീം കുമാർ സാർ യാത്രയായി. അന്നേ ദിവസം മകൻ ചന്തുവിന്റെ കണ്ണുകളിൽ നമ്മൾ ആ വേദന കാണുന്നുണ്ടായിരുന്നു. അത് എങ്ങനെ? ന്യൂസ് ചാനലിലൂടെ. അപ്പോൾ ന്യൂസ് ചാനലുകൾ അല്ലെ മീഡിയ, അവരെ മൊത്തത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്തായാലും ഒരു മീഡിയ ആവശ്യമാണ്. പക്ഷെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് എത്തിക്സ് നോക്കാതെ വെറുതെ ഫോണും പിടിച്ച് മാധ്യമധർമ്മം എന്താന്ന് കൂടി അറിയാതെ ന്യൂസ് എടുക്കാൻ പോകുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങൾക്ക് കുറച്ച് സ്വകാര്യത തരൂ എന്ന ചന്തുവിന്റെ വാക്ക് ഭയങ്കരമായിട്ട് നമുക്ക് വേദന ഉണ്ടാക്കുന്നതായിരുന്നു. മരിച്ചത് സലീം കുമാർ സാറാണ്, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ആളാണ്, എല്ലാം ശരിയാണ്. പക്ഷെ അവരെ ഫാമിലിനെ സംബന്ധിച്ച് അല്ലെ ചന്തുവിനെ സംബന്ധിച്ച് അത് അവരെ അച്ഛനാണ്, അല്ലെ അത് അവരെ ഹസ്ബൻഡാണ്. അപ്പൊ ആ സമയത്ത് അവരെ ഒരു ഇമോഷണൽ ഫീലിങ്സ് എന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ? ആ സമയത്ത് എല്ലാവരെയും ഞാൻ പറയുന്നില്ല, കുറച്ച് പേര് ക്യാമറ മീൻസ് ഫോണും കൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ചുറ്റി നിൽക്കുന്നത്. അവർക്കും ഒരു പ്രൈവസി വേണ്ടേ? അവരൊരു വേദനയിൽ നമ്മളും കൂടെ ചേരുകയല്ല ചെയ്യേണ്ടത്. മീഡിയ വേണം, അത് ഇല്ലാതെ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് എന്തായാലും ഒരു വാർത്ത അറിയാൻ പറ്റില്ല. പക്ഷെ അതിനൊക്കെ ഒരു സമയം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇതൊന്നും പാലിക്കാതെ ഇങ്ങനെ പോയിട്ട് വീഡിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അവനവന്റെ കുടുംബത്തിൽ അത് ഉണ്ടാവുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. പറഞ്ഞിട്ടേ ഇല്ലല്ലോ, ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് കർമ്മം ചെയ്യാൻ അനുവദിക്കാതെ ഇത് ഷൂട്ട് ചെയ്യുക. ഒരാളുടെ വിവാഹമായിക്കോട്ടെ, മറ്റൊരു വ്യക്തിപരമായി ഒരാളുടെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് അയാളുടെ കുടുംബം ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ മനസ്സിലൊരു കല്ലെടുത്ത് വെച്ച പോലെ നൂറുകണക്കിന് ആൾക്കാർ നിൽക്കുമ്പോൾ അത് ഷൂട്ട് ചെയ്ത് മ്യൂസിക് ഇട്ട് ക്യാപ്ഷൻ ഇടുന്നതും ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്, അതിനൊരു മര്യാദ കാണിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഒരു തൊഴിൽ ഒരാൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മീഡിയ ചെയ്യുന്ന ഒരു തൊഴിൽ ചെയ്യേണ്ട എന്നല്ല പറയുന്നത്. ആ തൊഴിൽ ചെയ്യുന്നതിന് കാരണം ഇവരൊന്നും നിങ്ങളെപ്പോലൊരു എക്സ്പീരിയൻസഡോ ട്രെയിൻഡായ ആളുകളോ അല്ലെ ജേർണലിസം എന്താണെന്ന് പഠിച്ചവരോ ഒന്നുമല്ല ബഹുഭൂരിപക്ഷം ആൾക്കാരും. അവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അവർക്ക് കണ്ണിൽ കാണുന്നത് എന്തും ചിലപ്പോൾ കണ്ടൻ്റായിട്ട് തോന്നുന്നുണ്ടാകാം. അതിനകത്തും മനുഷ്യൻ്റെ കാര്യങ്ങളിൽ ഞാനതാ സുബി മരിച്ചപ്പോഴുള്ള കാര്യവും നവാസിക്കയുടെ കാര്യവും ഇതൊക്കെ പറഞ്ഞു. നമ്മളവിടെ ഉണ്ടായിരുന്ന ആളാണല്ലോ. നമുക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ നിരന്തരം ആദ്യം ഹോളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വെച്ച ഫ്രീസർ നേരെ ഒന്ന് തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് തിരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇത് ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളൊരു സാധനത്തിനെ നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. ഈ ഒരാൾ കത്തിയെടുത്ത് കുത്തിക്കൊന്നു കഴിയുമ്പോൾ അയാൾ ആ കത്തി വെച്ച് പണ്ട് കഷ്ണം മുറിക്കാൻ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്നത് അതിൻ്റെ യഥാർത്ഥ ഉപയോഗത്തെക്കുറിച്ചല്ലല്ലോ നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഉപയോഗിക്കാമെന്നേ, ഇതെല്ലാം ലോകം മുഴുവൻ ഉണ്ടല്ലോ, എല്ലായിടത്തും ഉപയോഗിച്ചോട്ടെ, ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. മരിച്ച വീട്, കല്യാണ വീട്, മനുഷ്യൻ വേദനിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നിയമം മൂലമൊക്കെ നമുക്കിത് കൊണ്ടുവന്നാലും ഇതിലൊരു അവനവൻ്റെ ആത്മബോധത്തിൻ്റെ കാര്യത്തിൽ ഒരാൾ നമ്മളിങ്ങനെ 10 പേരിൽ നിന്ന് പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും ഇതിന്നൊരു 4 പേരെങ്കിലും ഇത് മനസ്സിലാക്കുകയും മാറുകയും അല്ലാതെ നമ്മളെങ്ങനെയാണ് നമ്മളെല്ലാവരെയും അടച്ചിട്ട് ഇത്രയും പേര് 5000 പേരോടെ ഫോൺ വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരോടൊക്കെ നമ്മൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയാതെയാണ് ചന്തു അത്രയും ഒച്ചയെടുത്തത്. അയാളുടെ അച്ഛനാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. ഒരു 10 മിനിറ്റും കൂടെയാണ് അയാൾക്ക് അച്ഛനെ അതുപോലെ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വിറക് വെച്ചത് മൂടുകയാണ്. അതിനു മുമ്പ് ഒരു 10 മിനിറ്റ് ഒരു പേഴ്സണൽ സ്ഥലത്ത് നിന്നത് കാണാൻ അവസരം കൊടുക്കാത്ത അവസ്ഥകൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നേ പറയുന്നുള്ളൂ. ഈ പ്രസ്ഥാനങ്ങളെല്ലാം നിർത്തണമെന്നോ ഓൺലൈൻ മാധ്യമങ്ങൾ നിർത്തണമെന്നോ ഒന്നുമല്ല പറയുന്നത്. ഒരു വിവേചന ബുദ്ധിയുടെ സ്ഥലം ഇതിനകത്തുണ്ട്. അത് നമ്മൾക്ക് പറയാം. ഇതുപോലെ ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യാം. കടന്നു വരുന്നു എന്ന് പറയുന്നവർക്ക് പരാതി കൊടുത്താൽ ആർക്കെങ്കിലും എതിരെ ആക്ഷൻ എടുക്കുക എന്നുള്ളതല്ലാതെ ഇത് തടയാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിജിറ്റൽ മാധ്യമങ്ങളുണ്ടല്ലോ, നിങ്ങളിപ്പോൾ ഓൺലൈനിൽ പ്രൊമോഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ മാത്രമല്ല, അവിടെ കണ്ടു നിൽക്കുന്ന ഒരുപാട് പേര് ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ മാധ്യമങ്ങൾ മാത്രം ഷൂട്ട് ചെയ്തു, ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രം ഷൂട്ട് ചെയ്തു എന്നല്ല പറയുന്നത്. അവിടെ കണ്ടു നിൽക്കുന്ന കാണാൻ വരുന്ന ആളുകൾ ഉൾപ്പെടെ അവിടെ നിന്നുകൊണ്ട് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. അദ്ദേഹമൊക്കെ പറയുന്നത് കേട്ടോ, ഇവരൊക്കെ കാണുന്നതാണ്, ഓരോ താരങ്ങളുടെ വീട്ടിലും സംഭവിക്കുന്നത് ഇവർ കാണുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഇന്നലെ ആ മോൻ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ അത് സലീം കുമാറിന്റെ മോനാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇന്നലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് പറയാൻ തന്നെ കാര്യം, അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യാത്തതുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ ഷൂട്ടിങ് വേഷമൊന്നും ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാനിരിക്കുന്നത് ഒരാളല്ല ഞാൻ. നിങ്ങളിവിടെ ഇത്രയും ദൂരം മെനക്കെട്ട് വന്നു. അപ്പോൾ
എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്, ഒന്നാമത് അദ്ദേഹം നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ച അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാനായിട്ട് പോലീസുകാർ തയ്യാറെടുക്കുക. ഈ പോലീസുകാർക്ക് അവരുടെ റൈഫിളൊന്നും താക്കാൻ പറ്റുന്നില്ല ഈ മൊബൈലുകാർ കാരണം. ഒന്ന്. രണ്ടാമത്, ഒരു മര്യാദ വേണ്ടേ? ഇത്രയും വർഷക്കാലം ആ മനുഷ്യൻ്റെ കൂടെ ജീവിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ തൊട്ട് പുറകിൽ കസേരയിലിരിക്കുകയാണ്. അവരുടെ മുമ്പിലങ്ങ് മറഞ്ഞങ്ങ് നിൽക്കുക. എന്നിട്ടും പാവം ആരോ വിളിച്ചുകൊണ്ട് വന്നപ്പം ആ കരച്ചിലും, ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഒരു ഒറ്റ അപേക്ഷയുള്ളൂ. കാരണം കുറച്ചും കൂടി ഒരു വകതിരിവോടുകൂടി പെരുമാറണം. എനിക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ മൊബൈലുകാർക്കെല്ലാം കാശ് കൊടുത്താണ് ഓരോരുത്തർ കൊണ്ട് നടക്കുന്നത് 100% സത്യമാണെന്ന് തോന്നിപ്പിച്ച ഒരു ദിവസമാണ്. കാരണം ഇവർക്ക് കുറച്ച് കണ്ടൻറ്റ് വേണം, അത് റീലാക്കണം, എവിടെങ്കിലുമൊക്കെ ഇടണം, അത് 10 പേര് കാണണം. അപ്പോൾ ആ എണ്ണം കണ്ടവരുടെ എണ്ണം കൂടുമ്പോൾ കാശ് കിട്ടും. ഇങ്ങനെയാണോ കാശുണ്ടാക്കേണ്ടത്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. അത്രയും ഒരു വിദ്യാഭ്യാസമോ വകതിരിവോ ഒരു കുടുംബ മര്യാദകളോ അറിയാൻ വയ്യാത്ത പിള്ളേരാണോ ഈ ഫോണുമായിട്ട് നടക്കുന്നത്? എനിക്ക് എന്തെങ്കിലും എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അക്കാര്യത്തിൽ എനിക്ക് ബഹുമാനമുണ്ട്. നമ്മുടെ ശ്രീ സതീശൻ അവർ അവിടെ വന്നപ്പോൾ ആരാണ്ടോ ഒരു ഷോളോ എന്തോന്നോ, അപ്പോൾ ഞാൻ കണ്ടു കൈകൊണ്ട് തട്ടുന്നതൊക്കെ കിടക്കും. കാരണം ഞാനാണ് ആ വീഡിയോ മുഴുവനും രാവിലെ മുതൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഇവിടെ പെട്ടുപോയി, എനിക്ക് അങ്ങ് സഹിക്കുന്നില്ല. ഞാൻ അത് തട്ടിക്കളഞ്ഞു. അപ്പം അത്രയും ഒരു മുഖ്യമന്ത്രി കാണിച്ചപ്പോഴെങ്കിലും ഇവർ മനസ്സിലാക്കണ്ടേ, അയ്യോ നമ്മളങ്ങനെ കയറി തള്ളുന്നത് ശരിയല്ല. അദ്ദേഹം പോലും അതാരാണാവോ ഈ കോൺഗ്രസ്സിൽ ഇത്ര വിവരദോഷി? അതും എനിക്ക് അറിഞ്ഞോളൂ. അതിനെയൊക്കെ പാർട്ടിയിലോട്ട് കയറാൻ സമ്മതിക്കരുതാണ് ഞാൻ പറയുന്നത്. അതെല്ലാം കഴിഞ്ഞ് അവിടെ വന്ന് നിൽക്കുന്നു. ഇത് എനിക്കിപ്പോഴും എനിക്ക് മനസ്സിനകത്തൊരു സങ്കടം. എനിക്ക് സലീംകുമാറിൻ്റെ ഭാര്യയുടെ ആ കരച്ചിലുണ്ടല്ലോ, എൻ്റെ മോനെ, അതൊന്നും നമുക്ക് അത് അനുഭവിച്ചിറക്കേ അതറിയുള്ളൂ. ആ മുഖം കുറച്ച് നേരം ബഹളങ്ങളില്ലാതെ സ്വസ്ഥമായിട്ട് 2 മക്കളെയും ചേർത്ത് പിടിച്ച് അവിടെ നിൽക്കാൻ ഒരു ഭാര്യയ്ക്ക്, ഒരു അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളെ നഷ്ടപ്പെട്ട ഒരു മകന്റെ മനസ്സ് എങ്ങനെയായിരിക്കും? ആ സമയത്ത് ക്യാമറകളോ വാർത്തകളോ അല്ല, അച്ഛന്റെ ഓർമ്മകളാണ് മനസ്സിൽ നിറയുക. ചന്തു ചെയ്തത് തെറ്റല്ല, അതൊരു മകന്റെ സ്വാഭാവികമായ വേദനയും വികാരവുമായിരുന്നു. ചില നിമിഷങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയല്ല, കുടുംബത്തിനായി മാറ്റിവെക്കേണ്ടതാണ്. ദുഃഖത്തിന്റെ ആ നിമിഷത്തിൽ ചന്തുവിനും കുടുംബത്തിനും നമ്മുടെ സ്നേഹവും പിന്തുണയും അറിയിക്കണം. ആ സമയത്ത് ക്യാമറയും പിടിച്ച് അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണോ വേണ്ടത്?